ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന ചെന്ന് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അബിയെ പോലെ തന്നെ ഇപ്പോൾ അബിയുടെ അമ്മയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാം, അപ്പോൾ നമുക്ക് നവ്യ ചേച്ചിയെ അവരെ കൊണ്ട് തന്നെ തിരുത്തിക്കാൻ. ഇത് കേൾക്കുന്ന മുത്തശ്ശൻ പറയും, അവർ പറയുന്നതൊന്നും നവ്യ കേൾക്കണമെന്നില്ല, ഇനി അഥവാ കേട്ടാൽ തന്നെ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് മോളുടെ ചേച്ചി വരും, അപ്പോൾ നമുക്ക് സത്യങ്ങളൊക്കെ പറയേണ്ടി വരും. അങ്ങനെ അവൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അബിയെ അടിച്ച് നമുക്ക് വെളിയിൽ കളയാ എന്ന് പറയുമ്പോൾ നമ്മുടെ നയന പറയും, ചേച്ചിയുടെ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദേഷ്യം പിടിച്ചാൽ കിട്ടത്തില്ല, അതുകൊണ്ട് ചേച്ചി ആത്മഹത്യ ചെയ്യുമെന്നാണ് എനിക്ക് പേടി, ചേച്ചിയുടെ കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെ ചേച്ചിക്ക് അറിയാലോ, അതുകൊണ്ട് ഒരു ആത്മഹത്യ ഒഴിവാക്കുന്നതല്ലേ മുത്തശ്ശൻ നമുക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് നയന അങ്ങ് പോവാണ്. പിന്നീട് നമ്മുടെ നയനയാണെങ്കിൽ നേരെ ദേവയാനിയുടെ റൂമിലേക്ക് പോവാ. ദേവയാനിയാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആദർശിന് വേണ്ടി. അത് കാണുമ്പോൾ തന്നെ നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പാവം ആദർശേട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാണ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, പ്രാർത്ഥനയൊക്കെ ഫലിച്ചമ്മേ എന്ന് പറഞ്ഞപ്പോഴേ ദേവയാനിക്ക് മനസ്സിലാവും കേട്ടോ. ദേവയാനി പറയും, ആദർശ് പുറത്തിറങ്ങിയോ? അതെ അമ്മേ, ഏട്ടനിപ്പോൾ എന്നെ വിളിച്ചായിരുന്നു, അങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല, പിന്നീട് വിളിക്കാന്ന് പറഞ്ഞു വെച്ചു. ഇതൊക്കെ മുത്തശ്ശന്റെ കളിയായിരുന്നു, ഒന്നും നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ദേവയാനി പറയും, ഹൗ ഇന്നെങ്കിലും എനിക്ക് മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഉറങ്ങാലോ, അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അച്ഛൻ ഇവിടത്തെ പോലെ തന്നെ സ്വാധീനം അവിടെയുണ്ടെന്ന്, അച്ഛൻ തന്നെ ആദർശിനെ ഇറക്കിക്കോളൂന്ന്, സകല ദൈവങ്ങളെയും ഞാൻ മുൻപിൽ കണ്ടു മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ നായന പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇവിടുത്തെ അച്ഛനെക്കാളും ഇളയച്ചനെക്കാളും മുൻപേ തന്നെ മുത്തശ്ശൻ അത് അറിഞ്ഞിരുന്നു അമ്മേ, നമ്മളോട് പറയാതിരുന്നതാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സന്തോഷിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ അബി വരുന്നു. അപ്പോൾ ജലജ ചോദിക്കും, എവിടെ പോയതായിരുന്നെന്ന്. ഞാനൊരു കോൾ വന്ന് പുറത്തേക്ക് പോയതാ. പിന്നെ അമ്മേ, ഞാൻ ഇന്നലെ അനാമികയുടെ വീട്ടിൽ പോയിരുന്നു, അവിടെ ഒരു കേക്കൊക്കെ മുറിച്ചിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോൾ ജലജ പറയും, നമുക്കും ഇവിടെ ഒരു കേക്കൊക്കെ മുറിക്കണ്ടേന്ന്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, ഇവിടെ കേക്ക് മുറിക്കാനൊക്കെ പറ്റുമോ? അങ്ങനെ നമ്മൾ ചെയ്താലേ ഞാൻ ചെയ്ത തെറ്റൊക്കെ ഉള്ളവര് നവ്യയുടെ അടുത്ത് വിളിച്ചു പറയത്തില്ലേ എന്ന് പറയുമ്പോൾ ജലജ പറയും, ആ അത് ശരിയാണ്, നമുക്ക് മാത്രം തിരിച്ചടി കിട്ടിയാൽ പോരല്ലോ അമ്മേ, ഇവിടെയുള്ള സകല സ്ഥാപനങ്ങളിൽ നിന്നും ആദർശ് എന്നെ പുറത്താക്കിയില്ല, അവന്റെ അനിയനെ വെച്ച് ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്നുകൂടി എന്നെ പുറത്താക്കിയില്ലേ, അപ്പോൾ അവന് ഇത് കിട്ടിയാൽ പോരാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്തായാലും തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേർച്ചയും വഴിപാടൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു, എന്തായാലും ഇപ്പോഴെങ്കിലും കിട്ടിയത് നന്നായി എന്ന്. പിന്നീട് നമ്മുടെ നയനയാണെങ്കിൽ ദേവയാനിയോട് സംസാരിക്കുന്നുണ്ട്, എങ്കിലും മുത്തശ്ശൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ലമ്മേ, അത് മുത്തശ്ശൻ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളെപ്പോലും അറിയിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു അച്ഛന് ഇവിടെ ഇരുന്ന് തന്നെ എല്ലാം ചെയ്യാൻ കഴിയായിരുന്നു എന്ന്, ആദർശേ ജയിലിൽ കിടക്കുന്നത് അച്ഛന് സങ്കല്പിക്കാൻ കൂടി കഴിയത്തില്ല, എത്ര ആവശ്യത ഉണ്ടായാലും അടുത്ത ഫ്ലൈറ്റിന് തന്നെ ഗൾഫിലേക്ക് പോവായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നവ്യയാണ്. നവ്യയാണെങ്കിൽ കണ്ണാടിക്ക് മുന്നിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അബിയും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവേ. അബിയെ കണ്ടതും നവ്യ ചോദിക്കും, നീ എവിടെയാടാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഇവിടെ എല്ലാരും ആദർശ് ജയിലിലായ ദുഃഖത്തിലിരിക്കുക, അമ്മയാണെങ്കിൽ ഈ വീട്ടിലെ മൊത്തം പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുക, അപ്പൊ എല്ലാരെയും കൂട്ടിയിട്ട് നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാന്ന് വെക്കുമ്പോൾ ഏതായാലും ന്യൂ ഇയറും ക്രിസ്മസും വേണ്ട പോലെ ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ, ഇനിയുള്ള നാളുകൾ നമുക്ക് ആഘോഷാക്കാന്ന് നവ്യ പറയുമ്പോൾ അബി പറയുന്നുണ്ട് കേട്ടോ, ഇവൾക്ക് മോഡലായതിനു ശേഷം നല്ല പൈസ കിട്ടി തുടങ്ങി എന്ന് പറയുമ്പോൾ ജലജ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയും, ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, നല്ല പൈസ തന്നാലേ പോകത്തുള്ളൂ എന്ന നിലപാടില്ല ഞാൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അബി പറഞ്ഞു കൊടുക്കുകയാണ്, നവ്യേ നീ AN ജ്വല്ലറിയുടെ മോഡൽ മാത്രം ആയാൽ മതി, അത് തന്നെ നിനക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കി തരുമെന്ന്. അങ്ങനെ നവ്യ ജലജയോട് ഒരുങ്ങാൻ വേണ്ടി പറയുമ്പോൾ ഏടത്തിയുടെ മുന്നിൽ പെട്ടത് തന്നെയാന്ന് പറയുമ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട്,
എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഇന്ന് ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറയുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ മോളെ എന്നും പറഞ്ഞു മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് ജലജ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദു ആണെങ്കിൽ നയനെ വിളിച്ചു പറഞ്ഞിട്ട് ഗോവിന്ദനോടും കമലയോടും ആദർശ് ജയിലിൽ നിന്ന് പുറത്തായി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിന് കാരണം മുത്തശ്ശനാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നന്ദു. അപ്പൊ തന്നെ കമല പറയുന്നുണ്ട് അവർക്ക് അവിടെയൊക്കെ വലിയ പിടിപാടായിരിക്കും. എന്തായാലും എൻ്റെ മോള് വയറ്റിലൊരു കുഞ്ഞുമായിട്ട് നിൽക്കുമ്പോൾ ഈ വാർത്തയൊന്നും കേൾക്കാൻ പാടില്ലാത്തതാ. പക്ഷെ എന്ത് ചെയ്യാം, ഇപ്പൊ അവൾക്ക് സന്തോഷമായി കാണുമെന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കാണ് കേട്ടോ. പിന്നീട് നമ്മുടെ നവ്യയും അബിയും ജലജയും കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പോൾ ദേവയാനി എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറയണേ. അപ്പോൾ തന്നെ ജലജയോട് പറയുന്നുണ്ട് ഇവിടുത്തെ ഈ വീട്ടിലെ പണി മൊത്തം കഴിഞ്ഞു എന്ന്. ഓ തീർത്തതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവയാനി പറയും ഇനി കുറച്ചുകൂടി പണി ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട് എന്നാ പിന്നെ ഞാൻ പോകുന്നില്ല എന്ന്. എന്നിട്ട് ഇടങ്കണ്ണിട്ട് നോക്കൂട്ടോ ദേവയാനി വല്ലതും പറയുമെന്ന്. അപ്പോൾ ദേവയാനി പറയും നീ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണമെന്ന്. ഞാൻ പെട്ടെന്ന് വന്നോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. ജയിലിൽ കിടക്കുന്ന ആളുടെ വിവരം വല്ലതും കിട്ടിയോടി എന്ന് ചോദിക്കുക നയനയോട്. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാട്ടോ. അല്ല നയനെ,